गाइस वेलकम बैक टू आवर चैनल। तो हम आ गए वापस बिल्कुल एक न्यू पार्ट के साथ उदारम के। और यार क्या कमाल की मूवी है ये। अभी तक बहुत अच्छा दिखाया गया। एक फैमिली दिखा रखी है छोटी सी, जो कि बहुत ही प्यारी है। बाकी जो मोहनलाल उनकी गाड़ी ठुक गई है और वो अपनी गाड़ी से बहुत ज्यादा मतलब प्यार करते हैं। वैसे तो पूरी फैमिली बहुत वेल कनेक्टेड है, बट अब उसको थप्पड़ पड़ा तो मे बी उसका क्या रिएक्शन होगा वो आगे जाके देखेंगे। वही तो जल्दी से इसको पार्ट को स्टार्ट करते हैं। सो फिर आप भी देखिए, हम भी देखते हैं। लेट्स स्टार्ट। ബ്രോ എസിലെ കണ്ടക്ടർ നല്ല അടി കിട്ടിയിട്ടുണ്ട്. ജോറാമിന് മണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എത്ര കാലമാണ് ഈ വണ്ടിയിൽ വെറുതെ ഇങ്ങനെ കാശ് മുടക്കിക്കൊണ്ടിരിക്കുന്നത്? ഇത് കൊടുത്തിട്ട് പുതിയ ഒരെണ്ണം വാങ്ങിക്കും. അതെ, നിങ്ങളെ വാങ്ങിച്ച പൈസ വല്ല ഞാൻ തരാനുണ്ടോ? ഇല്ല. എന്താ പിന്നെ മിണ്ടായിരിക്കും? അല്ലല്ല, ഇവിടെ പറഞ്ഞതാ. എടാ, ആ പാർക്ക് ലൈറ്റ് ഇല്ലേ, നാളെ എവിടെ നിന്ന് ഒരു സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചോണ്ടോ? എന്റെ വണ്ടിക്ക് സെക്കൻഡ് ഹാൻഡ് ഒന്നും വേണ്ട. മണിയാ, ഞാൻ അങ്ങനെ ചെയ്യോ ബ്രോ? നിങ്ങൾ പോയി റെസ്റ്റ് പ്ലീസ് ബ്രോ. പഴയതും കെട്ടി ഞാൻ തീരുമാനമാക്കി തരാം. എന്റെ കുട്ടിച്ച് ഞങ്ങൾ വലിയ മോലാളിയാണ്. കുഞ്ഞു ഞാൻ നട്ടൊന്നും വേണ്ട. അടിക്കേ ആ, എന്നാ പിന്നെ ഞാൻ തന്നെ അടിക്കാം. എടുക്കടാ. എന്റെ ബെൻസേ, നീ അത് വീണ് ഇപ്പോഴത്തെ പിള്ളേരല്ലടാ. എന്റെ കയ്യിൽ പോയി ഷാജി. अब मे बी इसको उसकी ईगो हर्ट हो गई। നീ അവനൊന്നും കൂടി വിളി വിളി. वो नहीं उठा रहा है। उसको बुरा लगा यार। എടാ പവി, മണി നീ എവിടെയാ? ബ്രോ നമ്പർ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. ക്ലാമ്പ് നാളെ വിളിയത്. എടാ, ഈ നമ്മൾ ഈ ശബ്ദം മെസ്സേജ് ആയിട്ട് അയക്കുമ്പോഴേ അതവർക്ക് കിട്ടിയോന്ന് അറിയാനായിട്ട് ब्लूटिक അവര് പറയണം. എടാ മണ്ടൻ കുണാപ്പി, നീ കൂടുതൽ മണ്ടനാക്ക. പറയേണ്ട കാര്യമില്ലല്ലേ. ബ്ലൂടെക്ക് വേണോ നോക്കുള്ളൂ. എന്താ? ബ്ലൂടെക്ക് നീലശ്ശേരി. ആ. बट इसको मानना चाहिए यार। आया है क्या मैसेज? അയ്യോ, മാസ്റ്റർ. മാസ്റ്റർ, சொல்லுங்க മാസ്റ്റർ. ओ यार यार मास्टर की लाइफ में बहुत इम्पोर्टेंट रोल प्ले करते थे। और सब जा रहे, बस कहीं उसका उसके बेटा पापा तो नहीं थे वहां से? पता नहीं, बस उसका बेटा नहीं है। എനിക്ക് കാണണം. ആ മനുഷ്യനെ എപ്പോഴും ചിരിച്ച മുഖത്തോടെ അല്ലേ നീ കണ്ടിട്ടുള്ളൂ? അതങ്ങനെ മതി എപ്പോഴും. यार यार कितना अच्छा बॉन्ड यार रखा है मास्टर और उनके बीच का। ओ यार यार
उसको अभी कैसे हो गया बेचारा। என்னாச்சுண்ணே ஏன் அழுகிறீங்க ഹലോ കുട്ടിച്ച നമ്മുടെ കാറിന്റെ ലൈറ്റ് കിട്ടിയ അപ്പൊ മാസ്റ്റർക്ക് എന്താ പറ്റിയതാ? മാസ്റ്റർക്ക് തീരെ സുഖമില്ലായിരുന്നു. കോവിഡൊക്കെ കഴിഞ്ഞപ്പോ ആരോഗ്യമൊക്കെ അങ്ങ് പോയി. പിന്നെ കൂടെ ആരെയും നിർത്തത്തില്ലല്ലോ. നിങ്ങൾ മരുന്നൊക്കെ കറക്റ്റായിട്ട് കഴിക്കണേ, ആരോഗ്യം നോക്കണേ. ആ നിങ്ങൾക്ക് എന്ത് പറ്റി? സുഖമില്ലേ? ഒന്നുമില്ലടാ. ഇതെന്താ പോലീസ് സ്റ്റേഷനിലെ? ഇവിടെ ഒന്ന് കയറിയിട്ട് എന്നെ എന്തിനാ ഇങ്ങോട്ട്? पुलिस വീട്ടിൽ स्टेशन പോകണമെന്നേ? ശരിയാച്ചാ. यार उसके बेटे को यूज कर रही हो। ओ यार प्लीज ഷാജി എന്താണ്? ये क्या है? स्नेल टाइप का। हाँ मुझे लग रहा है उसके बेटे की कुछ दिक्कत है। हाँ സാറേ നമ്മുടെ സുധീഷിന്റെ പെങ്ങളുടെ കല്യാണത്തിന് പിരിവ് കിട്ടിയില്ലായിരുന്നു. ഓക്കെ സാറേ. പുല്ല് വേണ്ട. यार पर इसको ഇരുന്ന് കുറുകാണ്ട് കാര്യം സാറേ സാറ് വിചാരിച്ച നടക്കും. ലവനെ എന്റെ കണ്ണടിച്ച് പൊട്ടിച്ചിട്ടാ ഇറങ്ങി ഓടിയത്. ओ भाई അപ്പൊ നിങ്ങൾ പറയുന്ന പോലെ വിചാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. തന്റെ വർക്ക്ഷോപ്പിലല്ലടോ ആ കൊച്ചു കഴിവര് പണിക്കുന്നത്. അല്ലേ അല്ലേന്ന്? പണി പഠിക്കാൻ വന്നതാ സാറേ അല്ലേ? वो गाड़ी लेके भाग तो नहीं ഇതാണോ रहा कोई? പണി? കഞ്ചാവാണ്. കടത്തിയവനും കടത്താൻ കൂട്ടുന്നവനും ഒക്കെ പെടും. കുറച്ച് കാലായി ഇത് ഇവിടെ കിടന്ന് കറങ്ങാൻ സാർ തുടങ്ങി. അത് എന്റെ വണ്ടിയാണ് സാർ. ഓ. നീ ഏതടാ? സാർ ഞാൻ നീ കോഴിയാ? ഷൺമുഖം. നിന്റെ ടാക്സി പെർമിറ്റ് എവിടാ? ആ ആക്രി വണ്ടിക്ക് ആരടാ ടാക്സി പെർമിറ്റ് തന്നത്? സാറ് ലോക്കലോട്ടോ ആ? खटारा अबे। गाड़ी बोल गया। ആ വേട്ടവളിയെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? जर्सी ये कौन है? സാറേ സിയാച്ചൻ ഡ്രൈവറാ. എന്താ പെങ്ങളുടെ കല്യാണമായിട്ട് പോകുന്നില്ലേ? ശരി, വാടാ. ഈ തൊലിച്ച് നിൽക്കുന്നവനെ കണ്ട? കണ്ടു. കോട്ടയത്തും തിരുവല്ലയായിട്ട് 8-10 കഞ്ചാവ് കേസ് ഉണ്ട് ഈ കുരിപ്പിന്റെ പേരിൽ. കഞ്ചാവ് കാണാ പിന്നെ സാറേ. എന്താ? പെറ്റി വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ അടയ്ക്കാം. ഓ വേണ്ട. അടയ്ക്കാം. അടയ്ക്കാൻ സാറേ. മാമ കാര്യം പറഞ്ഞാ മനസ്സിലാവില്ലേ? പറയുന്ന മനസ്സിലാവില്ലേന്ന്. ഈ പോട്ടൻ എന്ത് കാണാൻ നിക്ക? സാറേ പെങ്ങടെ കല്യാണമേ, ഓ ലീവിന്റെ കാര്യമേ. പെങ്ങടെ കല്യാണല്ലേ? ആ തലേന്ന് പോയാ മതി. ഇൻസ്പെക്ടർ വരട്ടെ. ചെല്ല്. ആ ആ ആ, ആയിക്കോട്ടെ. ആ, ആ. സാറേ എന്താണ്? CI സാറിനോട് വേണേ ഞാൻ സംസാരിക്കാം. ആ പുറത്ത് കിടക്കുന്ന ആക്രി പിടിച്ചത് ഞാനാ. ഇൻസ്പെക്ടർ ഇല്ലാത്തപ്പോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഇനി എല്ലാവർക്കും പോവാം. സാറേ ഞാൻ गलत कर रहा है। ആ മണിയാ ചെല്ല് ചെല്ല്. പിന്നെ ഓ, ഒന്നുകൂടെ വരാൻ സാറേ. अब इसके में भी इसके बेटे के साथ और रिलेशंस खराब होंगे। എന്നോട് ഇത് കാണിക്കില്ലായിരുന്നു കുട്ടിച്ച. അത് പിന്നെ പാർക്കിലേക്ക് മാറ്റാൻ കുമ്പഴേക്ക് കൊണ്ടുപോയപ്പോ സാധനം കിട്ടിയില്ല. പിന്നെ വണ്ടി കൊണ്ടുപോയി ശരിയാക്കി രാവിലെ കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തു എടേ, ഞാൻ इसकी ഓർത്തു तबीयत पे ध्यान रखो। अब रखेगा तबीयत पे ध्यान। अरे जो बंदा गाड़ी ठीक करा था मे भी वो है। ഇവിടെ ഞങ്ങളൊന്നും ബഹളവും വെക്കാൻ പറ്റത്തില്ല. പുറത്തു പോയി. സാർ സാറേ നടക്കൂലടോ.
എന്താ സാറേ ലീവ് തരൂല. സാറേ എന്റെ കാർ കിട്ടൂല. कैसा बंदा है? ബെന്നി സാർ സാറേ ഒന്ന് പറ സാറേ. ചുമ്മാ ഇരിക്കട്ടെ. എന്തെയും ഞാനെന്തെയും നമ്മുടെ വണ്ടി എന്തെയും. പണ്ട് എന്നെ കണക്ക് പിടിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോ അയാൾ എവിടുന്നെങ്കിലും കയറി വരും. അടിച്ചാലും ഗുണിച്ചാലും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യവും. ഉത്തരം കിട്ടൂല, പുറത്തും നിർത്തും, നാണവും കെടുത്തും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്നത്? वही ലിറ്റിൽ ഫ്ലവർ UP സ്കൂൾ റാന്നി. लिटिल അതാണ് നിന്റെ फ्लावर പ്രശ്നം. എന്റെ കാർ മണിയെ വീട്ടിലിരുന്ന് തിരുവല്ലയില് നമുക്ക് നോക്കാം. വാ. അത് ചേട്ടാ എന്താ അവന്റെ അന്ത്യം? അകത്തേക്കാണ് വീട്. അവന്റെ ബൈക്ക് അവിടെ ഉണ്ട്. പക്ഷെ അറിയത്തില്ല. അവനവിടെ ഉണ്ട്. പ്രസാദ് അവന്റെ മൂട്ടി കഞ്ചാവട്ടിയൊക്കെ നിൽക്കും. അവൻ ഇവിടെ അല്ല, അവന്റെ അമ്മയുടെ ഗർഭപാത്രത്തെ ഒളിച്ചിരുന്നാലും പൊക്കിയിരിക്കും. എടാ മണിയാ, ഇറങ്ങി വാടാ. ആരുടെ തിലകൻ മണിയന്റെ വീട് ഇതല്ലേ? അല്ല, മണിയന്റെ വീട് ഇതാണോ? ആ നാരയുടെ പേരും പറഞ്ഞ് ഒരുത്തനെയും മുറ്റത്ത് കയറിയേക്കരുത്. അവൻ ചത്തു. ചത്തുപോയോ? ആ കഞ്ചാവ് ഒഴുകി ചത്തു. ചേട്ടായി, ഞങ്ങള് റാണിക്കാരാണേ. അതായത് ഈ പാവപ്പെട്ടവന്റെ കാർ കൊണ്ടാണ് നിങ്ങളുടെ മോൻ കഞ്ചാവ് നടത്തിയത്. അപ്പൊ അവനെ കൊണ്ട് കൊടുത്താലേ പോലീസ് സ്റ്റേഷന് സാർമാര് വണ്ടി വിട്ടുതരുള്ളൂ. അതുകൊണ്ട് അച്ഛൻ അവനൊന്ന് ഒറ്റിത്തരണം. അത് ശരി. ये लो जी എന്റെ കൊച്ചിനെ കൊണ്ട് കള്ളം കഞ്ചാവും കൂടെ നശിപ്പിച്ചിട്ട് ഇറങ്ങി പോടാല. ഇവര് മൊത്തത്തിൽ കഞ്ചാവ്. തന്റെ വർഷോപ്പ് ഞാൻ തീർന്നു നോർത്താ. മണിയന്റെ അമ്മേ, എന്റെ വണ്ടി ഒന്ന് എന്താ വെള്ളം വേണോ? ഇപ്പൊ കൊണ്ടുവരാം. हिचकी പെർമിറ്റ് ഇല്ലാത്ത വണ്ടി ഇങ്ങനെ വിട്ടുകൊടുക്കുക. പെർമിറ്റ് ഉണ്ടാക്കിയാൽ ആ സെന്റിക്ക് വണ്ടി വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. അത് ഈ ടെൻഷന്റെ പറഞ്ഞത് വെള്ളം കുടിച്ചാൽ മാറും. പറഞ്ഞത് വെള്ളം കുടിച്ചാൽ മാറും. പോയെ. എനിക്കൊക്കെ അങ്ങനെയാണ്. എനിക്കൊക്കെ അങ്ങനെയാണ്. കുടിച്ചു നോക്കാം. मेरा तो चुरवा വണ്ടിയിൽ നിന്ന് എത്ര കിലോ കഞ്ചാവാ പൊക്കിയേ? കിലോ കണക്കൊക്കെ ഞാൻ കൃത്യമായി കോടതി ബോധിപ്പിച്ചാ പോരെ ലാലി? അത് മതി അല്ലേ? ലാലി വെറുതെ ചോദിച്ചു എന്നുള്ളത്. ലാലി ചെല്ല്. അപ്പൊ ജയ് ഹിന്ദ്. ലാൽ സന. എന്തായി? यार बहुत सही चल रही है ये मूवी, बहुत ज्यादा चल रही है यार. अब उसकी गाड़ी से गांजा निकल गया, ऊपर से मास्टर मर गया यार. मतलब बहुत इंटरेस्टिंग सी हो रही है आगे वही आगे. अभी पर वो मास्टर के साथ बहुत कनेक्टेड था और गाड़ी के साथ भी. अब देखते हैं क्या होगा, लेकिन उसका बेटा अभी भी नहीं आया है. जैसे जैसे मूवी आगे बढ़ रही है और इंटरेस्टिंग हो रही है. तो गाइज यही था हमारा रिएक्शन. आप लोगों को कैसा लगा प्लीज कमेंट करके जरूर बताइएगा. अगर अच्छा लगे तो प्लीज इस पार्ट को लाइक करिए, शेयर करिए, कमेंट करिए. और अगर इस चैनल पर नहीं हो तो सब्सक्राइब करिए. बाय.